രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഒരേ സമയം പ്രശസ്തിയും കുപ്രസിദ്ധിയും നേടിയിട്ടുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപ്. ലൈംഗിക ആരോപണത്തിൽ പോലും അദ്ദേഹം പ്രതിസ്ഥാനത്ത് വന്നിട്ടുണ്ട്. പലരും കരുതുന്നതും ട്രംപ് ഒരു മദ്യപാനി കൂടിയാണെന്നാണ്. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത ആളാണ് ഡൊണാൾഡ് ട്രംപ്. പല വേദികളിലും ഇക്കാര്യം അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. മദ്യപിക്കില്ലെന്ന ട്രംപിന്റെ തീരുമാനത്തിന് പിന്നിൽ വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ട്രംപിന്റെ സഹോദരനായിരുന്ന ഫ്രെഡ് ട്രംപ് ജൂനിയർ അമിതമായ മദ്യപാനത്തെ തുടർന്നാണ് മരണപ്പെട്ടത്. തന്റെ സഹോദരന്റെ മരണമുണ്ടാക്കിയ വേദനയാണ് ഒരിക്കലും മദ്യം കഴിക്കില്ല എന്നൊരു തീരുമാനത്തിലെത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചത്. 43-ാമത്തെ വയസ്സിലാണ് ഫ്രെഡ് ട്രംപ് ജൂനിയർ മരണത്തിന് കീഴടങ്ങുന്നത്. ഈ അനുഭവങ്ങളാണ് മദ്യത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ കാഴ്ചപ്പാട് മാറ്റിയത്. മദ്യാസക്തി ഇല്ലാതെ ജീവിക്കാനുള്ള ഒരു മാർഗം എന്നത് അതൊരിക്കലും ഉപയോഗിക്കാതെ ഇരിക്കുക എന്നത് തന്നെയാണെന്ന് ഒരു അഭിമുഖത്തിൽ ട്രംപ് പറയുന്നുമുണ്ട്. കൂടാതെ മദ്യപാനം മാനസിക ആരോഗ്യത്തെ ബാധിക്കുമെന്നും അതിൽ നിന്ന് പുറത്തു കടക്കുന്നതാണ് നല്ലതെന്നുമാണ് യുവാക്കൾക്കുള്ള ട്രംപിന്റെ ഉപദേശം. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി രണ്ടാം വട്ടം എത്തുമ്പോൾ അമേരിക്കയുടെ വിദേശ നയത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. അറബ് രാജ്യങ്ങളും ഇസ്രയേലുമായുള്ള ബന്ധം നിലനിർത്തുക, ഇറാന്റെ ആണവ വിഷയത്തിൽ നടപടികൾ എടുക്കുക എന്നിവയ്ക്കായിരിക്കും ട്രംപ് മുൻഗണന കൊടുക്കുക. 2021 അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്നും ട്രംപ് പടിയിറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ലോകമല്ല എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. നിരവധി പ്രശ്നങ്ങളാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റിനെ കാത്തിരിക്കുന്നത്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം 3-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇസ്രയേലും ഹമാസും ഹിസ്ബുള്ളയും ഇറാനും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിനിടയാക്കുകയാണ്. ഉക്രൈൻ റഷ്യ സംഘർഷത്തിന് പരിഹാരമായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ 800 മൈൽ നോ വാർ സോൺ രൂപീകരിക്കുക എന്നതാണ് ഈ വിഷയത്തിൽ ട്രംപ് കണ്ടെത്തിയ ഒരു പരിഹാരമെന്ന് പറയുന്നു. എന്നാൽ ഉക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കി ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അമേരിക്ക ഇപ്പോൾ ഉക്രൈന് നൽകിക്കൊണ്ടിരിക്കുന്ന സൈനിക സഹായം ട്രംപ് വെട്ടിക്കുറയ്ക്കാനോ അല്ലെങ്കിൽ നിർത്തലാക്കാനോ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു. ചൈനയുമായി അമേരിക്കയ്ക്ക് നിലവിൽ നിരവധി കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ട്രംപ് ഭരണത്തിൽ അത് കൂടുതൽ വഷളാകാനാണ് സാധ്യത. തൈവാനും ചൈനയും തമ്മിലുള്ള തർക്കത്തിൽ അമേരിക്ക സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ ഏറെ നിർണായകമായി മാറും. തൈവാന് ഏറ്റവും അധികം ആയുധ സഹായം നൽകുന്ന രാജ്യം അമേരിക്കയാണ്. ഇനിയും വലിയ തോതിലുള്ള സാമ്പത്തിക സഹായവും ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. ഉത്തര കൊറിയയുമായും ട്രംപ് മികച്ച ബന്ധം തുടരാൻ തന്നെയാണ് സാധ്യത. 2018 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന സമയത്ത് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ച ആഗോളതലത്തിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പശ്ചിമേഷ്യയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഗ്രൂപ്പുകളായ ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂത്തികളെയും തീർക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശ്രമങ്ങൾക്ക് ട്രംപ് എല്ലാവിധ പിന്തുണയും നൽകും എന്നതാണ്. ഒരുപക്ഷെ ബൈഡൻ ഭരണകൂടവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അവരുടെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് നെതന്യാഹു മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത് പോലും ട്രംപിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു. കൂടാതെ ഹിസ്ബുള്ള, ഹൂത്തികൾ പോലുള്ള സംഘടനകൾക്ക് എല്ലാ സഹായവും നൽകുന്ന ഇറാനെ തീർക്കാനും ട്രംപ് ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഉറപ്പാണ്. രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങളുടെ കാര്യത്തിൽ താമസിയാതെ തീരുമാനമാകും എന്നാണ് നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധവും മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധവും അതിൻ്റെ അവസാനത്തോട് അടുക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം.